നമസ്കാരം. പി ദിവ്യക്കെതിരെ പൊടുന്നനെ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ ഒരു അന്വേഷണ റിപ്പോർട്ട് ഏഷ്യാനെറ്റിലൂടെ തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയം തോന്നിയോ? അല്ലെങ്കിൽ അതൊരു പ്ലാനിങ് ആണെന്ന് ആർക്ക് ഡൗട്ട് ഇല്ലല്ലോ അല്ലേ? എന്നാ ആ ഒരു ഡൗട്ടിനെ നമുക്കങ്ങ് പൊളിക്കേണ്ടിയിരിക്കുന്നു. സംസ്ഥാന സമ്മേളനത്തിന്റെ വാർത്തകൾ പൊടുന്നനെ സർക്കാരിന് വലിയ ഇമേജ് ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ പി ദിവ്യ ജനൻ ടിവിക്കെതിരെയും മറുനാടൻ മലയാളിക്കെതിരെ അല്ലെങ്കിൽ മറുനാടൻ മറുതയ്ക്കെതിരെയും അവർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ പ്രതികരണം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഇങ്ങനെ ഒരു വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ തന്നെ പുറത്തേക്ക് വരുന്നു എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുരൂഹത തോന്നുന്നുണ്ടോ? ആ ദുരൂഹതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഏഷ്യാനെറ്റിന്റെ തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫ് ആയിട്ടുള്ള KG കമലേഷനാണ് എന്ന് അറിയുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണർമാരുടെയൊക്കെ റിപ്പോർട്ട് സമർപ്പണം ഏഷ്യാനെറ്റിന്റെ ഓഫീസിലാണോ നടക്കുന്നത് എന്നൊരു സ്വാഭാവിക സംശയം കൂടി അതിന്റെ ഇടയിൽ ഉയർന്നു വരുന്നുണ്ട്. പിന്നെ റിപ്പോർട്ട് പൊടുന്നനെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരികയും അത് വലിയ ചർച്ചയാക്കി മാറ്റുന്നത് നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. സംസ്ഥാന സമ്മേളന വാർത്ത അത് വല്ലാതെ സർക്കാരിനുണ്ടാക്കിയിരിക്കുന്ന ഇമേജ്, അതിനോടൊപ്പം തന്നെ പി ദിവ്യ അവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ തിരിച്ചു പ്രതിരോധിച്ചു തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള നിലയ്ക്കാണ് സംഘപരിവാർ ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റിലേക്ക് ഈ റിപ്പോർട്ട് എത്തിച്ചിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാം. അത് മനസ്സിലാക്കാൻ അങ്ങ് പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. സാമാന്യ ലോജിക്ക് മതി. എന്തുകൊണ്ട് ഇതിപ്പോ റേസ് ചെയ്തു വന്നു? ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് ഈ രീതിയിലുള്ള അക്രമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ പാർട്ടിയെ ആക്രമിച്ചതായി നവീൻ ബാബുവിന്റെ വിഷയം പിന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു വികാരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉള്ളിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത്. ഇനി ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ആരാണ് ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എന്ന് പറയുന്നത്? ഒരു സർക്കാർ ഉദ്യോഗസ്ഥ. അവരെന്തിനെ കുറിച്ചാണ് അന്വേഷിച്ചത്? ഇതേ റവന്യൂ വകുപ്പിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് അവരുടെ പരിമിതമായ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് സ്വന്തം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ? പ്രത്യേകിച്ച് ഒരു ADM പദവിയിലിരുന്ന നവീൻ ബാബുവും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മഞ്ജുഷയും അതേ ഡിപ്പാർട്ട്മെന്റിൽ ADM ആയിട്ടിരിക്കുമ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും നെഗറ്റീവ് റിപ്പോർട്ട് വരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതിപ്പോ ഏതെങ്കിലും ഡോക്ടർമാരുടെ കയ്യബദ്ധത്തെ സംബന്ധിച്ച് ഡോക്ടർമാർ തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്താൽ ആ റിപ്പോർട്ട് എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ എത്രയെ കണ്ടതാണ്. അതുപോലെ തന്നെ പോലീസ് വകുപ്പിനകത്ത് ചില കാര്യങ്ങളിലെല്ലാം അന്വേഷണം നടത്തി ചിലപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് വരുന്നില്ലേ? അതേപോലെ തന്നെ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം കൊടുത്ത ആൾ പറയുന്നു ഞാൻ കൈക്കൂലി കൊടുത്തു എന്ന്. പക്ഷെ കേരളത്തിലെ കുറെയേറെ മാധ്യമങ്ങൾ പറയുന്നു അയാൾ വാങ്ങിയിട്ടില്ല എന്ന്. അത് അന്വേഷിച്ച് കണ്ടെത്താൻ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറിൽ എന്ത് സോഴ്സ് ആണുള്ളത്? എന്ത് അധികാരം വെച്ചിട്ട് അവർക്ക് അത് അന്വേഷിക്കാൻ പറ്റും? അപ്പോ വെറും ഒരു റിപ്പോർട്ടാണ്. ഉദ്യോഗസ്ഥരെ മഹത്വവൽക്കരിച്ചുകൊണ്ടും അദ്ദേഹം മഹാനായിരുന്നു എന്ന് സമർത്ഥിക്കുന്ന ഒരു റിപ്പോർട്ട് അതേ ഡിപ്പാർട്ട്മെന്റിലെ മറ്റൊരു ഉദ്യോഗസ്ഥ അവർ തയ്യാറാക്കി നേരെ കൊണ്ടുവന്ന് KG കമലേഷിന് കൊടുത്തിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഇത് മനസ്സിലാക്കാൻ. നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സന്ദർഭത്തിൽ തന്നെ ഇങ്ങനെ ഒരു അന്വേഷണം നടന്നതാണ്. ആ അന്വേഷണം നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇങ്ങനെ ഒരു റിപ്പോർട്ടാണ് അതിൽ പ്രതീക്ഷിച്ചിരുന്നത്. കാര്യം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് നടപടി എടുക്കേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ചാണല്ലോ അന്വേഷണം നടക്കുക. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പിന്നെയും വെളിവാകും. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ വാർത്ത പി ദിവ്യ സംഘപരിവാർ ചാനലുകൾക്കെതിരെ സംസാരിച്ചു തുടങ്ങിയപ്പോ അപകടം മണത്തു തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ അവരെ നിശബ്ദയാക്കാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ഈ ചാനലുകൾക്കെതിരെ തുറന്ന് സംസാരിക്കാതിരിക്കാൻ വേണ്ടി അവരെ നിശബ്ദമാക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് ചില ഉദ്യോഗസ്ഥ മാധ്യമ മാഫിയ സംഘം, അങ്ങനെ തന്നെ പറയുകയാണ്, ഉദ്യോഗസ്ഥ മാധ്യമ മാഫിയ സംഘം ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ മാഫിയ സംഘത്തിനെതിരെ ശബ്ദമുയർത്തുന്നവർക്കെതിരെ സംഘടിതമായി ആക്രമിക്കുക, അതിനുവേണ്ട പല കാര്യങ്ങളും അല്ലെങ്കിൽ കാരണങ്ങളും കണ്ടെത്തി കൊടുക്കുന്നത് ഈ ഉദ്യോഗസ്ഥരായിരിക്കും. അത് വെച്ചിട്ട് വ്യക്തികൾക്കെതിരെ അക്രമം നടത്തുക. എന്നാൽ ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു കാര്യമുണ്ട്, ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. പക്ഷെ ഇപ്പോ മാധ്യമങ്ങൾക്ക് പി ദിവ്യ ആക്രമിക്കാനും ഒപ്പം സർക്കാരിനെ ആക്രമിക്കാനും പാർട്ടി സമ്മേളനത്തിന്റെ ശോഭ കെടുത്താനും വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ. അതിനപ്പുറത്തേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു കൈക്കൂലി മേടിച്ചു എന്ന് പറയുന്നത് പ്രശാന്താണ്. അദ്ദേഹം അന്നത്തെ ദിവസം, അതായത് അവധി ദിവസം, ഇദ്ദേഹത്തിന്റെ ഫോണിലേക്ക് നവീൻ ബാബു വിളിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്ത് പ്രശാന്തൻ പോകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ഇത് രണ്ടും എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു അവധി ദിവസം എന്തിന് പ്രശാന്തൻ അവിടെ പോയി? എന്തിന് നവീൻ ബാബു പ്രശാന്തിന്റെ ഫോണിലേക്ക് വിളിച്ചു? ഇതിൽ ദുരൂഹതയുണ്ട്.
പണം മേടിച്ചോ ഇല്ലയോ എന്നൊക്കെ അന്വേഷണത്തിൽ തെളിയട്ടെ. ലിക്വിഡായിട്ട് വാങ്ങിയ ക്യാഷ്, ആ ക്യാഷ് മാറ്റാനായിട്ട് ഒരുപാട് ദിവസമുണ്ട്. കാര്യം ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന്റെ അന്നോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് യാത്രയയപ്പ് ചടങ്ങ് കൊടുക്കുന്നതിന്റെ അന്നല്ല ഈ പണം വാങ്ങിയിരിക്കുന്നത്. അതിന് ഏതാനും ദിവസം മുന്നെയാണ്. സ്വാഭാവികമായിട്ടും ആ പണം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പണം കൊടുത്തു എന്ന് പെട്രോൾ പമ്പിന് അനുമതി തേടിയ വ്യക്തി പറയുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ കൈക്കൂലി ഒരു ഉദ്യോഗസ്ഥൻ വാങ്ങിയെന്ന് പരാതിക്കാരൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ലെന്നൊരു വിചിത്രവാദം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ്. അതെന്തുകൊണ്ടെന്നാൽ പി ദിവ്യ എന്ന ഒരു ഇടതുപക്ഷക്കാരി അതിന്റെ മറുഭാഗത്ത് നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. ലോകത്ത് മറ്റേതെങ്കിലും ഒരു വ്യക്തി തന്റെ കയ്യിൽ നിന്ന് ഉദ്യോഗസ്ഥൻ പണം വാങ്ങി എന്ന് ആരോപണം ഉന്നയിച്ചാൽ കേരളത്തിൽ ഈ രീതിയിലാകില്ല അത് ചർച്ച ചെയ്യപ്പെടുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഓരോ ദിവസവും ഓരോ വ്യക്തിക്കെതിരെ വാർത്ത കൊടുക്കുമ്പോൾ അവരാരും ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന് കരുതിക്കൊണ്ട് പി ദിവ്യ ചെയ്ത അതേ പ്രവൃത്തിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റൂ? ആ നിലയ്ക്ക് നോക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്ന നിലയ്ക്ക് പി ദിവ്യയും അവരുടെ ഒരു ഉത്തരവാദിത്തം അവർ തിരിച്ചറിഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ഒരു പൊതുവേദിയിൽ വന്ന് പേര് പറയാതെ പണം മേടിക്കാതെ ഒരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം തെളിയിക്കുന്നതിന് മുന്നോടിയായിട്ട് ആ വ്യക്തി എന്തിനിത് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് അന്വേഷണത്തിലൂടെയാണ് കണ്ടെത്തേണ്ടത്. അത് പുറത്തു വരുന്നതിന് മുന്നോടിയായിട്ട് ആരോപണം ഉന്നയിച്ചു എന്നതിന്റെ പേരിൽ ഒരു വ്യക്തിയെ തേജോവധം ചെയ്യാൻ ഏതെല്ലാം വഴിയിലൂടെ നമ്മുടെ മാധ്യമങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഈ കാണുന്നത്. അതിൽ തന്നെയുണ്ട് ചിലരെയൊക്കെ വെള്ള പൂശാനുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. ആര്യ രാജേന്ദ്രൻ എന്ന ഇടതുപക്ഷത്തിന്റെ മേയർ അപകടകരമായി വാഹനം ഓടിച്ച ഒരു KSRTC ഡ്രൈവറെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഞരമ്പ് രോഗിയായ വ്യക്തിയെ ഈ നാട്ടിൽ ന്യായീകരിച്ച ഉദാഹരണമുള്ളപ്പോൾ പി ദിവ്യ എന്തുകൊണ്ട് വേട്ടയാടപ്പെടുന്നു? അവർ ഉന്നയിച്ച ആരോപണത്തെ ഈ നാട്ടിലെ കുറേയേറെ മഞ്ഞ മാധ്യമങ്ങൾ വെള്ള പൂശുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ സംശയിക്കാനിരിക്കുന്നു, എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് ഈ റിപ്പോർട്ട് എടുത്ത് പുറത്തേക്ക് വിട്ടിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അവർ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ നിശബ്ദമാക്കാൻ വേണ്ടിയുള്ള ആ സംഘടിത ശ്രമമുണ്ടല്ലോ, അതിൽ തന്നെയുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന് നേരെ വിരൽ ചൂണ്ടുന്നുണ്ട്. അവർ തിരിച്ചു പ്രതികരിച്ചു കഴിഞ്ഞാൽ പല കള്ളങ്ങളും കാപട്യങ്ങളും പൊളിയുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തു കൊണ്ടുവന്ന ഒരു വാർത്താ വിസ്ഫോടനമാണ് കഴിഞ്ഞ ദിവസം സംഘപരിവാർ ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റിലെ KG കമലേഷിലൂടെ ചില ഉദ്യോഗസ്ഥർ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ കഴിയും.